എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ 4-ലെയും 5-ലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ചോദ്യം, ശരീരത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ആറ്റോമിക രഹസ്യം കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞനാരാണ്? ശരീരത്തിലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ആറ്റോമിക രഹസ്യം കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞനാരാണ്? ഉത്തരം ഡോക്ടർ അനക്സ് ജോസ് ആണ് കേട്ടോ. ഡോക്ടർ അനക്സ് ജോസ് ആണ് ഉത്തരം. ഡോക്ടർ അനക്സ് ജോസ് ആണ് ഉത്തരം. അദ്ദേഹം കല്ലൂർ സ്വദേശിയാണ്. കല്ലൂർ സ്വദേശിയാണ് ഡോക്ടർ അനക്സ് ജോസ്. അദ്ദേഹത്തിൻ്റെ പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന ജേണലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന ജേണലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഡോക്ടർ അനക്സ് ജോസ് ആണ് ഉത്തരം. അതായത് ശരീരത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ആറ്റോമിക രഹസ്യം കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ അനക്സ് ജോസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ. സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ. ഉത്തരം ബി വി നാഗരത്നയാണ്. ഉത്തരം. അവർ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2027 വരാൻ പോകുന്ന ആളാണ്. സീനിയോറിറ്റി പ്രകാരം അവർ 2027 സെപ്റ്റംബർ 1 മുതൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വരാൻ പോകുന്ന ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന. സുപ്രീം കോടതിയിലെ നിലവിലെ മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. അവരാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ കന്നി വിക്ഷേപണ ദൗത്യം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ കന്നി വിക്ഷേപണ ദൗത്യം. ഉത്തരം മിഷൻ ആഗമനാണ്. അതായത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ കന്നി വിക്ഷേപണ ദൗത്യം മിഷൻ ആഗമനാണ്. നാലാമത്തെ ചോദ്യം, ചന്ദ്രനിലെ മണ്ണും അന്റാർട്ടിക്കയിലെ ഉൽക്കയും തമ്മിൽ രാസഘടനയിൽ സമാനതയുണ്ടെന്ന് കണ്ടെത്തിയ ചന്ദ്രയാൻ 3യുടെ റോവറിന്റെ പേരെന്താണ്? അതായത് ചന്ദ്രനിലെ മണ്ണും അന്റാർട്ടിക്കയിലെ ഉൽക്കയും തമ്മിൽ രാസഘടനയിൽ ഒരു സമാനതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ചന്ദ്രയാൻ 3 റോവറിന്റെ പേരെന്താണ്? ഉത്തരം പ്രഗ്യാനാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഉത്തരം പ്രഗ്യാനാണ്. ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഗ്ലോബൽ ഗ്രീൻ മെഥനോൾ വിതരണ കരാറിൽ പങ്കാളിയാകുന്ന രാജ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലോബൽ ഗ്രീൻ മെഥനോൾ വിതരണ കരാറിൽ പങ്കാളിയാകുന്ന രാജ്യം. ഉത്തരം ജപ്പാനാണ്. ജപ്പാൻ. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ വനിതകൾക്ക് സാമ്പത്തിക ഭദ്രതയും സമ്പാദ്യശീലവും ഉറപ്പാക്കുന്നതിന് KSFE ആരംഭിച്ച പദ്ധതി. അത് KSFE അടുത്തിടെയായിട്ട് കേരളത്തിലെ വനിതകൾക്ക് സമ്പാദ്യശീലം ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് പിങ്ക് ചിട്ടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറ്റി സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പിങ്ക് ചിട്ടിയാണ്. കേരള സ്റ്റേറ്റ് ഫോർ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE ആരംഭിച്ച പദ്ധതിയാണ്. വനിതകൾക്ക് അവരുടെ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി, സാമ്പത്തിക ഭദ്രത കൂട്ടാൻ വേണ്ടിയൊക്കെ ആരംഭിച്ച പുതിയൊരു പദ്ധതിയുണ്ട്. പിങ്ക് ചിട്ടിയാണ്. ഓക്കെ, പിങ്ക് ചിട്ടി. ഏഴാമത്തെ ചോദ്യം, 2026 ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അൾജീരിയ ക്യാപ്റ്റൻ ആരാണ്? 2026 ജൂലൈയിൽ, അതായത് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അൾജീരിയ ക്യാപ്റ്റൻ. നമുക്കറിയാം, ലോകകപ്പ് കളിച്ചിട്ട് ലോകകപ്പിൽ അവർ പുറത്തായി അല്ലേ? എനിക്കൊന്ന് പ്രീ ക്വാർട്ടറിലാണ് പുറത്തായത്. അൾജീരിയ പുറത്തായി. അപ്പോൾ അവിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അൾജീരിയയുടെ ക്യാപ്റ്റൻ റിയാദ് മഹറീസ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയുന്നത് റിയാദ് മഹറീസ് ആണ് അൾജീരിയൻ ക്യാപ്റ്റൻ. അദ്ദേഹമാണ് 2026 ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചത്. 2026 ജൂലൈയിൽ അൾജീരിയയുടെ ക്യാപ്റ്റനായി വിരമിച്ച വ്യക്തിയാണ് റിയാദ് മഹറീസ്. എട്ടാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ മദ്രസ നിർത്തലാക്കിയ സംസ്ഥാനം ഏതാണ്? മദ്രസ നിർത്തലാക്കിയിട്ട് അവർ സ്റ്റേറ്റ് അതോറിറ്റി ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. അതായത് മദ്രസ നിർത്തലാക്കിയിട്ട് സ്റ്റേറ്റ് അതോറിറ്റി ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്നത് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡാണ്. ഒമ്പതാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ പെറുവിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായതാണ്? പെറുവിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ് എന്നുള്ളതാണ്. ഉത്തരം കെയ്ഗോ ഫുജിമോറി. ഉത്തരം കെയ്ഗോ ഫുജിമോറിയാണ്. 10ാമത്തെ ചോദ്യം,
2026 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം. ജൂലൈ 4 കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം കിട്ടും. ജൂലൈ 4 അല്ലേ? ഏതാണ്? അമേരിക്കയാണ്. ഉത്തരം അമേരിക്കയാണ്. 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം കേട്ടോ. 2026 ജൂലൈ 4 250-ാം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ വാർഷികം ആഘോഷിച്ച രാജ്യം അമേരിക്കയാണ്. 11ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന്, അതായത് G20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്പിന്നർ ആരാണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. T20 ക്രിക്കറ്റിൽ, ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്പിന്നർ ആരാണ്? ഉത്തരം അക്സർ പട്ടേലാണ്. ഉത്തരം കേട്ടോ, അക്സർ പട്ടേലാണ് ഉത്തരം. ആദ്യത്തെ ഇന്ത്യൻ സ്പിന്നറാണ് അക്സർ പട്ടേൽ. എന്നാൽ ആദ്യത്തെ ഇന്ത്യൻ പേസർ ആരാണ്? ഹർഷദീപ് സിംഗ് ആണ്. ആദ്യമായി 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസർ ഹർഷദീപ് സിംഗ് ആണ്. ഇന്ത്യൻ സ്പിന്നർ അക്സർ പട്ടേലാണ്. 12ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ്. ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ? കാർഷിക അവബോധം വളർത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികളിൽ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് കതിരാണ്. അടുത്ത ചോദ്യം, 13ാം ചോദ്യം, കേന്ദ്ര സർക്കാർ പുറത്തിറക്കാനിരുന്ന പുതിയ ബയോ ബ്ലെൻഡഡ് ഡീസലിൽ ചേർക്കുന്ന രാസഘടകം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കാനിരുന്ന പുതിയ ബയോ ബ്ലെൻഡഡ് ഡീസലിൽ ചേർക്കുന്ന രാസഘടകം ഐസോബ്യൂട്ടനോൾ ആണ്. 14ാമത്തെ ചോദ്യം, അടുത്തിടെ ബോഡോലാൻഡ് വനമേഖലയിലെ ചിത്രശലഭങ്ങളുടെ വൈവിധ്യം വ്യക്തമാക്കുന്ന ബുക്ക്ലെറ്റ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം അസമാണ് കേട്ടോ. അസമാണ്. 15ാമത്തെ ചോദ്യം, ഗഗയാൻ ദൗത്യങ്ങളിലെ ക്രൂ മൊഡ്യൂൾ പരീക്ഷണങ്ങൾക്ക് ISRO പുതുതായി വികസിപ്പിച്ച റോക്കറ്റ്, അതായത് ഗഗയാൻ ദൗത്യങ്ങളിലെ ക്രൂ മൊഡ്യൂൾ പരീക്ഷണങ്ങൾക്ക് ISRO പുതുതായി വികസിപ്പിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം സോൾവ് ആണ് കേട്ടോ. സോൾവ് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സബോർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ്. സോൾവ് എന്ന് നമ്മൾ ചുരുക്കി പറയും. സോൾവ്. സബോർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 4ാം തീയതി 5ാം തീയതി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.